പോലീസ് ഇതെടുത്ത് പിടികിട്ടാ പുള്ളിയാ. ഇവനെ ഞാൻ പോലീസ് ഏൽപ്പിക്കും. വേണ്ട, പ്ലീസ് പോ. നമുക്ക് പ്ലീസ്. ആരവനെ അയാളെ പിടികൂടിയ പോലീസിനെ ഏൽപ്പിക്കുമല്ലോ. ഞാൻ കാരണം പാവം ആരവ് കൊടുങ്ങും. അവനെ രക്ഷിക്കണമല്ലോ. വാതിൽ തുറക്ക് പ്ലീസ്. വാതിൽ തുറക്ക് പ്ലീസ്. എന്റെ ദൈവമേ, അയാൾ ആരവനെ എന്തെങ്കിലും ചെയ്യൂ. വാതിൽ തുറക്ക് പ്ലീസ്. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ അയാൾക്ക് എന്താ പറ്റിയിട്ടുണ്ട്? എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നീ അയാളെ അടിച്ച് താഴെ ഇട്ടതാണോ? അയാൾ എന്നെ അടിച്ച് താഴെ ഇടാൻ നോക്കി. ആ സമയത്ത് ഇയാളുടെ കാല് തെറ്റി താഴേക്ക് വീണു. ഇയാൾക്ക് ശരിക്കും സംഭവിച്ചെന്താന്ന് എനിക്ക് അറിയില്ല. അയ്യോ, അമ്മ വന്നു. അമ്മ വന്നോ? ഇതിപ്പോ ആകെ പ്രശ്നമാവുമല്ലോ. അരവേ, നീ ഇവിടെ നിൽക്കണ്ട. എവിടെയെങ്കിലും പോയി ഒളിക്ക്. നീ ഞാൻ എവിടെ പോയി ഒളിക്കാനാ? എവിടെയെങ്കിലും പോയി ഒളിക്ക്. വേഗം പോ. ചെല്ല് ചെല്ല്. ഈശ്വരാ, ഇനി ഇവിടെ എന്തൊക്കെ നടക്കുവോ? ഇവളെങ്ങനെ പുറത്തു വന്നു? നീ എങ്ങനെ പുറത്തു വന്നു? നിന്റെ ഡോർ ഞാൻ ലോക്ക് ചെയ്താണല്ലോ. ഡോറ് ലോക്കാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്കിളിന്റെ നിലവിളി കേട്ട് വന്നതാ. അങ്കിളിന്റെ നിലവിളിയോ? നന്ദൻ എന്തു പറ്റി? അമ്മ അകത്തേക്ക് ചെന്ന് നോക്ക്. അയ്യോ നന്ദ,
നന്ദ നന്ദന് എന്ത് പറ്റി? നന്ദ നന്ദ അയ്യോ, ഈ നന്ദന് എന്താ പറ്റി? നന്ദ നന്ദ, ആരെങ്കിലും ഒന്ന് വരണേ. എന്താടി നന്ദൻ, എന്താ സംഭവിച്ചേ? ഞാനിവിടെ ഇല്ലാത്തപ്പോ എന്താ സംഭവിച്ചേ? നീയാണോ നന്ദനെ? പറയടി, നീയാണോ നന്ദനെ ഈ അവസ്ഥയിലാക്കിയത്? എനിക്കൊന്നും അറിയില്ല. ഞാൻ അങ്കിളിന്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്നതാണെന്ന് പറഞ്ഞില്ലേ? തല ഇറങ്ങി വീണതായിരിക്കും, വേറൊന്നും എനിക്കറിയില്ല. എന്താ മേഡം, എന്തു പറ്റി? നിനക്ക് കണ്ണു കണ്ടൂടെ? നന്ദന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം. അയ്യോ, സാറിന് സുഖമല്ലേ? സാറിന് എന്തു പറ്റിയതാ? അറിയില്ല, തല ഇറങ്ങി വീടാന്ന് ഇവള് പറയുന്നു. സാറിന്റെ കിടപ്പ്